Hi all, welcome to Stay Wow. How to love your job. ഇഷ്ടപ്പെട്ട ജോലിയാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തുള്ള എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഇഷ്ടപ്പെട്ട ജോലി തന്നെ കിട്ടി അത് തന്നെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ അങ്ങനെ അല്ലാത്ത ആളുകളും ഉണ്ടായിരിക്കാം. ജോബ് ഓഫറൊക്കെ കിട്ടി, ജോലിയിൽ ജോയിൻ ഒക്കെ ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ഭയങ്കര എൻജോയ് ചെയ്തൊക്കെ ആയിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബോറിംഗ് ആയി തോന്നും, ആ ഒരു ഇൻട്രസ്റ്റ് പിന്നെ ഉണ്ടാവില്ല. സോ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഹൗ ടു ലവ് യുവർ ജോബ്, എങ്ങനെ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെട്ട് ചെയ്താലേ നമുക്ക് അതിനൊരു പൂർണ്ണത കിട്ടുകയുള്ളൂ, നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. സോ ചെയ്യുന്ന ജോലി നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാം എന്നുള്ളത് നോക്കാം. അതിലെ ആദ്യത്തെ കാര്യം, വർക്ക് വിത്ത് യുവർ സൂപ്പർവൈസർ ഓർ ടീം ലീഡ്. നിങ്ങൾ തീരെ താല്പര്യമില്ലാതെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ശരിക്കും അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. സോ വർക്ക് വിത്ത് യുവർ സൂപ്പർവൈസർ. അവർക്ക് നിങ്ങളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഓരോ ദിവസം നിങ്ങൾ ഏതൊക്കെ കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് അവർ തരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മേക്ക് എ ലിസ്റ്റ് ഓഫ് തിങ്സ് യു വാണ്ട് ടു ഇംപ്രൂവ്. നിങ്ങൾക്ക് കുറച്ചു നേരം നിങ്ങളൊന്ന് മാറിയിരിക്കുക, അതായത് നിങ്ങളെ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ഫ്രീ മൈൻഡായിട്ടിരിക്കുക. അതായത് ഈ നെഗറ്റീവ് തോട്ട്സൊക്കെ നിങ്ങളെ മൈൻഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കി ഇരുന്നൊന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജോബ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് ഇനി. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ആലോചിച്ചെടുത്ത് അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി വെക്കുക. പിന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും നിങ്ങളുടെ ഓഫീസിൽ. അതായത് ചിലപ്പോൾ നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കൊളീഗ്സ് ആവാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്കപ്പം നിങ്ങളെ വർക്കിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഡെസ്ക് സ്പേസ് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ഇങ്ങനെ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യുന്നതിന് പകരം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു അപ്രൂവൽ നിങ്ങളുടെ സൂപ്പർവൈസറോ ടീം ലീഡിൻ്റെ അടുത്തൊക്കെ ചോദിക്കുക. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും വർക്ക് ചെയ്യാൻ. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പൊതുവേ ആളുകളിലൊക്കെ കണ്ടുവരുന്നതാണ്. കാരണം അവർക്ക് ഓഫീസിൽ അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസിൽ എന്തെങ്കിലും ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവരത് ആരുടെയും അത് ഷെയർ ചെയ്യാൻ അവർ ഭയങ്കര പേടിക്കും. ഒന്നുകിൽ അവരുടെ മാനേജറിനോടോ ആരോടെങ്കിലും പറയാൻ ഭയങ്കര ടെൻഷനായിരിക്കും, അല്ലെങ്കിൽ അവരിതെല്ലാം ആലോചിച്ച് എന്ത് ചെയ്യുമെന്നറിയാതെ അവർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ടീം ലീഡിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജർ ഇവരൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അവർക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് ഓരോ ടാസ്ക് പുതിയതായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആ ടാസ്ക് അവർക്ക് സ്കെഡ്യൂൾ ചെയ്യാനും സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ വർക്ക് ലോഡ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ബാലൻസ്ഡ് ആക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. ഓഫീസിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടാവുന്നത്, എന്തും ഷെയർ ചെയ്യാൻ പറ്റിയൊരു നല്ല ഫ്രണ്ട് ഉണ്ടാവുന്നത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങൾക്ക് ഇനിയിപ്പോൾ വർക്ക് റിലേറ്റ് ചെയ്തായാലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. സോ അതൊരു നല്ല കാര്യമാണ്. എക്സ്പാൻഡ് യുവർ നെറ്റ്വർക്ക്. നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല ചാലഞ്ചസും ഒക്കെ മറ്റുള്ള ആളുകളും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളത് അറിയുന്നില്ല എന്ന് മാത്രം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മേക്ക് കണക്ഷൻസ്. നിങ്ങളുടെ ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന പല ഈവൻറ്റ്സ്, പല മീറ്റിങ്സ് അല്ലെങ്കിൽ കോൺഫറൻസ് ഇതൊക്കെ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള കോൺടാക്ട്സ് നമുക്ക് കിട്ടും. സോ അതൊക്കെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റേ പ്രസൻറ്റ്. നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ചിലപ്പം ഫേസ്ബുക്കിൽ നോക്കും, അതേപോലെ ആമസോൺ, വാട്സപ്പ്, ട്വിറ്റർ ഇതിലൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജോലിനോടുള്ള നമുക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് നമ്മൾ ബോറടിക്കുമ്പോഴാണ് നമ്മൾ ഇതിലേക്കൊക്കെ പോവുക. സോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ജോലിയിലേക്കുള്ള നമ്മുടെ ഇഷ്ടം കൂടുക ഒരിക്കലും ഉണ്ടാവില്ല. സോ അതിനൊക്കെ നിങ്ങളൊരു ടൈം മാറ്റി വെക്കുക. വർക്കിൻ്റെ ഇടയിൽ ഒരു മിനി ബ്രേക്കൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആൻഡ് ട്രൈ ടു സ്റ്റേ പ്രസൻറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. ക്രിയേറ്റ് എ ഹൈ വൈബ് വർക്ക് സ്പേസ്. നിങ്ങളുടെ വർക്ക് സ്പേസിന് ഒരു ന്യൂ ലുക്ക് കൊണ്ടുവരിക, അതൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ ശ്രമിക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ കുറച്ച് ഇൻസ്പിറേഷണൽ കോട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ ഫോട്ടോസ്, അതും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പ്ലേസ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് വെക്കുക. ഒരു പുതിയ ലുക്ക് നിങ്ങളുടെ ഒരു വർക്ക് സ്പേസിന് കൊണ്ടുവരിക. അങ്ങനെ ഒരു പോസിറ്റീവ് അസോസിയേഷൻ ഉണ്ടാക്കിയെടുക്കുക.
നിങ്ങളും നിങ്ങളുടെ വർക്ക് സ്പേസും തമ്മിൽ. സോ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഓഫീസിലേക്ക് വരാൻ തന്നെ കൂടുതൽ നിങ്ങൾ എൻജോയ് ചെയ്യും. നിങ്ങൾ അതേപോലെ കൂടുതൽ താല്പര്യമായിരിക്കും നിങ്ങൾക്ക് ഓഫീസിലേക്ക് വരാൻ. പിന്നെയുള്ളൊരു കാര്യമാണ്, റിമൈൻഡ് യുവർ സെൽഫ് വൈ യു ടുക്ക് ദ ജോബ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഒരു ജോബ് തിരഞ്ഞെടുത്തത്? ജോബ് ഓഫർ കിട്ടി, ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം അതെന്തായിരിക്കും എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ നല്ല ബെനിഫിറ്റ്സ് ആലോചിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ ഒരു ജോലി അത്യാവശ്യമായി വന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പണത്തിന് ആവശ്യം വന്നതുകൊണ്ടായിരിക്കാം. അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പല കാരണങ്ങൾ. സോ അത് എന്തൊക്കെയാണ്, നിങ്ങൾ ആ ജോബ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈമിലുണ്ടായിരുന്നപ്പോൾ ആ ടൈമിലുണ്ടായിരുന്ന നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെയാണ് ഓടിക്കൊണ്ടിരുന്നത്, എന്തൊക്കെ ആയിരിക്കാം ആ കാരണങ്ങൾ, അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. ഇനി ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു കാര്യം തന്നെയാണോ നിങ്ങളുടെ മൈൻഡിലുള്ളത്, അതിനാണോ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതൊന്നും ചിന്തിക്കുക. ഇനി നിങ്ങൾക്ക് തീരെ ആ ഒരു ജോലിയായിട്ട് പൊരുത്തപ്പെട്ട് ഇഷ്ടപ്പെട്ടു പോകാൻ പറ്റുന്നില്ല എങ്കിൽ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾ വേറൊരു ജോബ് നോക്കുന്നതായിരിക്കാം. സോ ഇപ്പോഴത്തെ കാലത്ത് അത് അത്ര ഈസി അല്ലാത്തതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും നിങ്ങളുടെ ആ ഒരു ജോലിയായിട്ട് പൊരുത്തപ്പെട്ട് ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.